ഇങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടാകാനേ നല്ലോണം ഭാഗ്യം ചെയ്യണം. കേട്ടപ്പോ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. വീഡിയോ ഒന്ന് കണ്ടോക്കിയൊക്കെ. ക്യാമ്പിൽ പ്രസംഗം ഇന്ന് ഞാൻ മഗ്‌രിബിന് ശേഷം പ്രധാന പ്രസംഗം ഒക്കെ നടത്തി. ഓ ഉമ്മ, ഞാൻ പിന്നെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വിളിച്ചതാ. ഉമ്മക്ക് ഉപ്പൊക്കെ വേണ്ടി ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിരുന്നു. ഉമ്മക്ക് ഉപ്പൊക്കെ വേണ്ടിട്ട് ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കരയല്ലേ? ഞാന് സ്കെച്ചും ചെയ്ത് രാവിലെ നേരത്തെ എണീച്ച് തഹജ്ജുദും സ്കെച്ച്. തഹജ്ജുദിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടി കുറെ ദുആവും ചെയ്തു. പള്ളിയിൽ ഓതാൻ പോയ മോനുമായിട്ടുള്ള ഉമ്മാന്റെ സംസാരാണ്. 2-3 തരത്തിലുണ്ട് പള്ളിയിൽ ഓതാൻ പോണ മക്കള്. ഒന്ന്, ആ മക്കളാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഉമ്മാര് തീരുമാനിച്ചിട്ടുണ്ടാവും ഓനെ ഞാൻ ദീന് പഠിപ്പിക്കും, പള്ളിയിൽ കൊണ്ടുപോയി ആക്കുന്നൊക്കെ. രണ്ടാമത്തത്, വാപ്പാര് ഉസ്താദുമാരായിട്ട് അങ്ങനെ പാരമ്പര്യമായിട്ട് പള്ളിയിൽ ഓതാൻ പോണ മക്കളുണ്ട്. മൂന്നാമത്തത്, കൂട്ടുകാരന്മാരൊപ്പം കളി ഇതൊക്കെ കൂടുതലായി വീട്ടിലേക്കൊക്കെ വൈകി വരുന്ന മക്കളെയൊക്കെ ഉമ്മാര് പള്ളിയിൽ കൊണ്ടുപോയി ആക്കും. ഇത് ഇവരോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല കേട്ടോ, ഇവരെ നല്ലോണം മിസ് ചെയ്യും ഉമ്മാർക്ക് ആ സമയത്ത്. എന്നാലും മക്കൾ നേരായി കാണാൻ വേണ്ടിയിട്ട് ഇവര് കൊണ്ടുപോയി ആക്കണതാണ്. എന്തായാലും ഈ കാലത്തൊക്കെ ഇങ്ങനത്തെ മക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാല് വല്ലാത്ത ഭാഗ്യാണ് കേട്ടോ.